10 വർഷമായി കോട്ടയത്തിന്റെ പല ഭാഗത്തും ലോട്ടറി കച്ചവടം നടത്തി വരികയാണ് റോസമ്മ. ജന്മനാ കാഴ്ചാപരിമിതിയുള്ള റോസമ്മയുടെ ഏക വരുമാന മാർഗവും ലോട്ടറി കച്ചവടമാണ്. അടുത്തിടെ സ്ഥിരമായി ലോട്ടറി വാങ്ങാൻ വരുന്ന ആരോ തന്റെ പരിമിതി മുതലെടുത്ത് ടിക്കറ്റുകൾ മോഷ്ടിക്കുന്നുണ്ടെന്ന് റോസമ്മയ്ക്ക് മനസ്സിലായി. ഇതോടെ മോഷ്ടാവിനെ പിടികൂടാൻ എന്ത് വഴിയെന്നായി ആലോചന. ഒടുവിൽ സുഹൃത്തിന്റെ സഹായത്തോടെ പെൻ ക്യാമറ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. പെൻ ക്യാമറ വസ്ത്രത്തിൽ കുത്തിവെച്ച് റോസമ്മ കള്ളനെ കാത്തിരുന്നു. പിന്നെ സംഭവിച്ചത് ഇങ്ങനെ. അയാൾ എന്നെ പറയാം, അയാൾ പറഞ്ഞ് ഞാൻ എടുത്തില്ല, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അയാൾ കുറേ മുട്ടുഞ്ഞായൊക്കെ പറഞ്ഞു. അല്ല പിന്നെ അയാളെ ഞാൻ ഈ പെൻ ക്യാമറ കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു ശരി ഓക്കെ ഞാൻ അല്ല അയാളങ്ങനെ സമ്മതിച്ചു. അന്നേരം അയാൾ സമ്മതിച്ചു. ഓ ഇല്ലില്ല ഒന്നും തന്നില്ല. ഇല്ലില്ല അതോടുകൂടി അയാൾ പോയി. അയാൾ പിന്നെ ഈ വഴിക്ക് വരത്തില്ലെന്ന് പറഞ്ഞു. വരും, എൻ്റെ അടുത്ത് വരത്തില്ലെന്ന് പറഞ്ഞു. കള്ളന്റെ ശബ്ദം കേട്ടാണ് ആളെ തിരിച്ചറിഞ്ഞത്. സ്ഥിരമായി ലോട്ടറി വാങ്ങാൻ എത്തിയിരുന്ന മോഷ്ടാവ് സ്ഥിരമായി മോഷണവും നടത്തിയിരുന്നു. 10ഉം 15ഉം ലോട്ടറി വീതമാണ് ഓരോ തവണയും ഇയാൾ കടത്തിയിരുന്നത്. പിടിവീണതോടെ മാപ്പു പറഞ്ഞ് തടിയൂരാനായി കള്ളന്റെ ശ്രമം. കള്ളൻ മാപ്പു പറഞ്ഞതോടെ ദയ തോന്നിയ റോസമ്മ കേസും പരാതിയും ഒന്നും വേണ്ടെന്ന നിലപാടിലായി. അപ്പോഴേ മുങ്ങിയ കള്ളൻ പിന്നെ റോസമ്മയുടെ പരിസരത്ത് വന്നിട്ടില്ലത്രേ. ഏതായാലും റോസമ്മ നാട്ടിൽ ഇപ്പോൾ താരമാണ്. സീ മലയാളം ന്യൂസ്, കോട്ടയം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.